Hey all, welcome back to Motorholic 390. കേരള ടു കാശ്മീർ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഗോവയിലാണ് എത്തിയിട്ടുള്ളത്. ഗോവയിൽ ഓൾഡ് ഗോവയിലാണ് നമ്മളുള്ളത്. നമ്മളിന്നത്തെ പരിപാടി ഇവിടെ കുറേ ചർച്ചുകളുണ്ട്, ഫേമസ് ആയിട്ടുള്ള കുറേ ചർച്ചുകളുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഏകദേശം ഒരു 5 ചർച്ചുകളും അതേപോലെ 5 ചർച്ചുകൾ പോലത്തെ സംഭവങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. മീൻസ് അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, 5 ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ബേസിലിക്ക എന്ന് പറഞ്ഞിട്ട് ചർച്ചിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോണേ. നോക്കിയേ എസ്റ്റേറ്റ് കിടക്കണം, നോക്കിയേ എസ്റ്റേറ്റ്. അയ്യോ നറുനാശായേണ്ടത്. ബേസിലിക്ക ചർച്ച് ഫുൾ നെയിം ഞാൻ എത്തിയിട്ട് പറഞ്ഞുതരാം. ബേസിലിക്ക അങ്ങനെ എന്തോണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ ചർച്ചിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചിൻ്റെ വഴിയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ഈ ഓൾഡ് ഗോവയത്തെ നല്ലൊരു കിട്ടില്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഗൈസ്. ഓക്കെ, അയ്യോ ആ ഒരു സ്ട്രക്ചറൊക്കെ നോക്കിയേ, പഴയ ഒരു സെറ്റപ്പ് ഇട്ടോ. വണ്ടി എവിടെയൊക്കെയാ? ഓ ഇതേ റൈറ്റ് സൈഡിലാണ് കഴിച്ച പള്ളി. കിടിലൻ പള്ളിയാണല്ലോ. ആ അതാണല്ലേ. ഒമ്പോ ഏയ് മലയാളിയാണല്ലോ. ഒരപ്പൂപ്പൻ പുള്ളിക്കാരൻ മല്ലു. തൃശ്ശൂരാ? ഞങ്ങളും തൃശ്ശൂരാണല്ലോ. ഞാൻ ഗുരുവായൂര്. ചേട്ടാ എവിടെയാ? ആ ചാലക്കുടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കളി? ആ കുറച്ചായില്ലേ ഇവിടെ? 40 വർഷം ഇവിടെ. 50 കളി. അപ്പൊ നമ്മുടെ ഈ പള്ളിയുടെ ചരിത്രം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവം? പള്ളിക്കകത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ബേസിലിക്ക. ചർച്ചിന്റെ പേരാണ് ബേസിലിക്ക ബോംബ്. ഓക്കെ ഓക്കെ. പക്ഷെ അതിന്റെ ഒരു രൂപത്തിനകത്ത് ഒരാള് കിടക്കുന്നുണ്ട്. അവരുടെ പേരാണ് സെന്റ് ഫ്രാൻസിസ് സേവിയർ. ഒരു വർഷത്തോളം പഴക്കമുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം ഗ്ലാസിന്റെ ഉള്ളിൽ കയറ്റി നിങ്ങൾക്ക് കുറച്ച് മുഖം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ക്ലിയർ ആയിട്ട് ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്തല്ലേ? ഇനി കാണുന്നത് 2034 കാണാൻ പറ്റും. 10 വർഷം കൂടുമ്പോഴാണ്. ഓക്കെ ഓക്കെ. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഫോണൊക്കെ എവിടെയാണോ ആണല്ലേ? അപ്പൊ താങ്ക് യു. ഓക്കെ, കാണാം. ഇവിടുന്ന് കാശ്മീർ വരെ. ആ കാശ്മീർക്ക് പോട്ടെ. പിന്നല്ല തൃശ്ശൂരുകാരൻ. പുള്ളിക്കാരൻ 40 വർഷക്കായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. വേറെ മൂട് ഇല്ല, ക്യാമറ ഉണ്ടേ. ആ ഇല്ല, അത് കൈ പിടിക്കാം. നമ്മളത് ചർച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചർച്ച് വേറെ തന്നെ മൂടാണ് കേട്ടോ. അവിടെ അതിൻ്റെ ഉള്ളിൽ എന്തെന്ന് പറഞ്ഞ് എത്ര അവിടുത്തെ അച്ഛൻ്റെ തന്നെയല്ലേ 2 വർഷം പഴക്കമുള്ള ബോഡിയല്ല ആളുടെ ശരീരം അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഒരിക്കലും അലിഞ്ഞു പോവില്ല എന്നാണ് പറയണേ. ഞങ്ങളിതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ സ്ട്രക്ചറൊക്കെ വേറെ മൂട് തന്നെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു ടെറർ ഫീലുണ്ട് ഗൈസ്. ചർച്ച് വേറെ ഭീകര സീനാണ് ഗൈസ്.
അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചർച്ച്. ഓക്കെ, അപ്പോൾ ഈ ചർച്ചിൻ്റെ പേര് മറക്കണ്ട, ബേസിലിക് ഓഫ് ബൂം ജീസസ് എന്നാണ് ഈ ചർച്ചിൻ്റെ പേര്. ഓക്കെ, ചർച്ച് ഒന്ന് നോക്കി നിങ്ങൾക്ക് വേറെ തന്നെ സീനാട്ടോ. ഗോവയിൽ നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് കണ്ടു നോക്ക്, വേറൊരു ഫീലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, അടുത്ത പള്ളിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. ഓക്കെ, അങ്ങനെ നമ്മൾ വേറൊരു പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, സെൻറ്റ് അഗസ്റ്റിൻ ടവർ. നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം നമുക്ക്. കമോൺ. ഇവിടെയൊക്കെ നോക്കിയേ, സംഭവമൊക്കെ വെട്ടുകല്ലാണ് കേട്ടോ. എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ അങ്ങനെ എന്തോല്ലടാ, അങ്ങനെ കറക്റ്റ് നമുക്ക് എന്തുണ്ടായിട്ടാണത് ഇങ്ങനെ നാശമായി നമുക്കറിയില്ല. പക്ഷെ ഇത് കാണുമ്പോൾ വലിയൊരു പള്ളിയാണ്. വലിയതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പള്ളി. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് നോക്കി അവിടെ അറ്റം വരെ പള്ളിയുടെ ഭാഗങ്ങളാണ്. പക്ഷെ ഒക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. കുറേ ഭാഗങ്ങളെല്ലാം നാശമായി കിടക്കുകയാണ്. എൻട്രി പ്രൊഹിബിറ്റഡ്. ചരിത്രം. അയ്യോ അത് നോക്കിയേ, എന്താ ഗ്ലാസ് ചെയ്ത് വെച്ചേക്കണേ, എന്തോ ദൈവം റിലേറ്റഡ് ആയിട്ട് എന്തോ ആണ് കേട്ടോ. അങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കണം. ഇത് സെൻറ്ററിലൊക്കെ എന്തോ ഉണ്ട് കേട്ടോ, ചർച്ചിൻ്റെ. ഓ ഇവിടെയൊക്കെ എന്തോ ഉണ്ട്. എനിക്ക് ഇവിടെ ഇറങ്ങാൻ പാടുമോന്നൊന്നും എനിക്കറിയില്ല. നോക്കി സെൻറ്ററിലൊരു കുളമൊക്കെ. കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ തകർന്ന് വീണിട്ട് അങ്ങനെ തന്നെ കിടക്കണതാട്ടോ. പിന്നെ അതൊരു റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. തകർന്ന് ഇവിടുത്തെ ഒരു ഭിത്തി തകർന്ന് വീണ എങ്ങനെ കിടക്കണേ അതേപോലെയാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ കിടക്കണേ. അതൊന്നും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഗ്ലാസ് അവിടെ ഗ്ലാസ് ഇട്ടൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് അറിയില്ല, അത് മനസ്സിലാവണില്ല. അതിൻ്റെ ബാക്കിലേക്ക് ഇനി എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെയൊക്കെ ഉണ്ട് അതുപോലെ. കുറേ അറകളും ഗുഹകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലേക്കൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അങ്ങനെ കൊണ്ടൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഒരു ഭീകരത എന്ന് പറഞ്ഞൊരു ഫീല്, അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫീലുണ്ട് കേട്ടോ, സത്യം പറയാലോ. അത് കണ്ട് ഇതൊക്കെ നോക്കിയേ, എന്തോ മൂടി വെച്ചിട്ടുള്ളൊക്കെ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് നിധി ഉണ്ടാവും കേട്ടോ. പണ്ടത്തെ ഇതേപോലത്തെ ആൾക്കാർ ഹൈഡ് ചെയ്ത് വെച്ച ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഗൈസ്. ഇവിടെയൊക്കെ നോക്കി വേറെ തന്നെ ഒരു സീനല്ലേ. ഈ സ്ട്രക്ചർ നോക്കി നിങ്ങൾ, ബ്ലാക്ക് കളറും ഒരു ഡാർക്ക് തീമല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ ഷോ എന്തെങ്ങനെയാണെന്നൊരു ചിന്തിച്ച് പോകുന്ന തീമിലുണ്ടായി ഈ സ്ട്രക്ചർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ പോർഷനിലൊക്കെ നോക്കി അങ്ങറ്റത് അത് ആ ഒരു ലെവലിൽ ഹൈറ്റിൽ തന്നെ പള്ളിയുടെ സ്ട്രക്ചർ ചുറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ഇപ്പം ഇല്ല. അത്രയും ഹൈറ്റിൽ ചുറ്റും ഉണ്ടായിരുന്നു. ഇതൊക്കെ പൊളിഞ്ഞു പോയി. പാടില്ല. ആ ഇവിടേക്ക് നോക്കി, അൽത്താര കേട്ടത്, അൽത്താര.
നമ്മുടെ നാട്ടിലത്തെ പള്ളിയിലത്തെ അൽത്താരൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇത് ഭയങ്കര 14th century എന്ന് പറഞ്ഞ ആള്. അപ്പം ഒരുപാട് അല്ലേ. ഇതൊരിക്കലും റീകൺസ്ട്രക്ട് ചെയ്യില്ല, കാരണം അറിയാലോ ഇതൊരു പുരാവസ്തു അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നത് കാരണം ഇനി റീകൺസ്ട്രക്ഷൻ ഒന്നും ഇല്ല. നമുക്ക് താഴത്തേക്ക് ഒരു സ്റ്റെപ്പൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഇറങ്ങി ഒരു ഗുഹ സെറ്റപ്പ്, താഴത്ത് വലിയൊരു സെറ്റപ്പ്, അത്യാവശ്യം ആളുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും ഇറങ്ങാൻ നമുക്ക് പാടില്ല, റെസ്ട്രിക്റ്റഡ് ആണ് അവിടെയൊക്കെ. Chapel of St. John. നോക്കി നിങ്ങൾ ഗൈസ്, ഈ ഹൈറ്റിലുണ്ടായിരുന്ന പള്ളിയാണ്. നിങ്ങൾക്കത് ഗോപ്രോയിൽ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത്രയും ഹൈറ്റിലുള്ള പള്ളി ഇവിടേക്ക് എത്തുമ്പോൾ നോക്കിയേ ഈ ഒരു ഹൈറ്റായി. അതിൻ്റെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ട്രക്ചറിൻ്റെ പകുതി ഹൈറ്റ് പോലും ഇവിടെയുള്ള സ്ട്രക്ചറുകൾക്ക് ഇല്ല. മനസ്സിലായോ? അതൊക്കെ നാശമായി പോയിക്കണു. എന്തായാലും ഇതൊരു അത്ഭുതം എന്നല്ല, പഴയ ഒരു കാലത്തെ അന്ധകാലത്ത് ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ, ഇതുപോലത്തെ പല സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോൾ എല്ലോറ കേവ്സ് ആയാലും അജന്ത കേവ്സ് ആയാലും ഇതുപോലൊക്കെ തന്നെ വലിയ വലിയ സ്ട്രക്ചറുകളാണ്. നമ്മൾ വിചാരിക്കും മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന്, പക്ഷേ അന്ധകാലത്തെ ഹ്യൂമൻസ് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവിടെ നോക്കിയൊരു ഡോറും കാര്യങ്ങളും, ടോപ്പിൽ നോക്കി അപ്പുറത്തെ ഡോറ് ഷോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. നമ്മൾ ഇനി അടുത്ത ഒരു സ്പോട്ട് തേടി മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ടവറിൽ ഏകദേശം 1942 കേട്ടോ ഒരു സൈഡ് പകുതിയായിട്ട് ഇടിഞ്ഞത് വീഴണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ദ ഫേസ്ഡ് ആൻഡ് ഹാഫ് ഓഫ് ദി ടവർ ഫെൽ ഇൻ 1931. ബാക്കി പകുതി വാശികളും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൊട്ടി വീണത്. പിന്നെ ആൻഡ് സം മോർ പാർട്സ് ഓഫ് ഇറ്റ് കൊളാപ്സ്ഡ് ഇൻ 1938. അപ്പോൾ 1938 ഈ കാണുന്ന ഒരു രൂപത്തേക്ക് ഇത്രയും തകർന്നിട്ട് ഇങ്ങനെ സെറ്റപ്പിലേക്ക് എത്തിയത്. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ഈ സംഭവം എത്തണം. ഓക്കെ, അപ്പോൾ അവരിത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഉള്ള സ്ട്രക്ചറുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ചർച്ചിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പള്ളി തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കൊന്ന് നൈസായിട്ട് പണി പാളി. ഈ പള്ളിയാണെന്നുണ്ടെങ്കിൽ അണ്ടർ റീസ്റ്റോറേഷൻ്റെ അടിയിലാണ്. അപ്പോൾ ഗവൺമെൻറ് ഇത് നൈസായിട്ട് CC ചെയ്തിരിക്കുകയാണ്. CC അല്ല, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ പള്ളി നിൽക്കുന്നത് ഒരു മലയുടെ മണ്ടയ്ക്ക് ആയതുകൊണ്ട് തന്നെ ജാതി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിലവിൽ ഇത് ക്ലോസ്ഡ് ആണ്, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അല്ല, നമുക്ക് അടുത്ത സ്പോട്ട് തേടി വീണ്ടും മുന്നോട്ട്. താങ്ക് യു. പുള്ളിക്കാരനാട്ടോ വീഡിയോ എടുക്കാൻ സമ്മതിച്ചു. അവിടെ വീഡിയോ എടുക്കുന്ന കൈ തീർച്ചയുണ്ട്, കയ്യും കല്ലും പിടിച്ചു. ബായ്. അങ്ങനെ നമ്മൾ ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, എൻട്രി ഇല്ല. സോ നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് പോവാം. അപ്പം നമ്മളിപ്പോൾ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാതറിൻ ഓഫ് അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞൊരു ചർച്ചിലോട്ടാണ്. കിറ്റലിനൊരു ചർച്ചാണ്, നമുക്ക് നോക്കാം. ഓ എത്തി മോനെ, ചർച്ച് ഒന്ന് നോക്കിയേ, ഏതാ മൂടൊന്ന് നോക്കിയേ. പള്ളിയുടെ സ്ട്രക്ചർ നോക്കി അടിപൊളി കേട്ടോ, ഞാൻ കാണിച്ചു തരാം.
നോമ്പ് കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടൊരു സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലൊരു ലൈക്ക് ചെയ്യുക. ബാക്കി അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗുഡാക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.